ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. ഇന്ന ദീൻ എന്തുള്ളായി ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം ദീനിനെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ മുസ്ലിമുണ്ട്, ലോകമൊട്ടുക്കും മുസ്ലിമാണ്. കാരണം ഇവിടെ മുസ്ലിമല്ലാതെ ഇവിടെ ജനിച്ചു വീഴുന്നതൊക്കെ മുസ്ലിമാണ്. പിന്നെ ഓരോരുത്തരും വളർത്തുന്നതനുസരിച്ചാണ് അത്. നായന്മാർ വളർത്തുമ്പോൾ നായരാവും, തീയൻ വളർത്തുമ്പോൾ തീയനാവും, നസ്രാണി വളർത്തുമ്പോൾ നസ്രാണിയാവും, കാക്ക വളർത്തുമ്പോൾ താത്തായാവും. ഇങ്ങനെ ഓരോരുത്തരും വളർത്തുന്നതനുസരിച്ചാണ് ആ കുഞ്ഞിൻ്റെ പിറവി. ചുരുക്കം പറഞ്ഞാൽ തള്ളയുടെ വയറ്റിൽ നിന്ന് വരുന്നത് ശുദ്ധമായ ഹൃദയത്തോടു കൂടിയാണ്. പിന്നെ അതിനെ നമ്മൾ എങ്ങനെ പാകപ്പെടുത്തി എടുക്കണോ അതുപോലെ ഇരിക്കും. പാകപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മുസ്ലിം വളർത്താണെങ്കിൽ ആ മുസ്ലിമിൻ്റെ കോലത്തിൽ വരും, മുസ്ലിമിൻ്റെ ചിട്ടക്കൂട്ടിൽ വരും. അനുസരണയുള്ളതാണെങ്കിൽ അതിന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. വെറുതെ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജനിച്ച് അവരുടെ മറ്റൊരു പോയാൽ അത് അലവിടാതെയാവും. അതെല്ലാ മതക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അവരുടെ ചിട്ടക്കൂട്ടിൽ അവർ നിന്ന് വളർത്തും. അപ്പോൾ അത് വലുതായി വരുമ്പോൾ ക്രിസ്ത്യാനിയായി. ഇപ്പോൾ ഒരു നായരാണെങ്കിൽ അവരുടെ ചിട്ടക്കൂട്ടിൽ നിന്ന് അത് വളർന്നു വരുമ്പോൾ നായരായി. നമ്പൂരിയാണെങ്കിൽ അതിൻ്റെ ചിട്ടക്കൂട്ടിൽ നിന്ന് വളർന്നു വരുമ്പോൾ നമ്പൂരിയായി. അപ്പോൾ അവിടെ മുസ്ലിം, നായർ, നമ്പൂരി ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വന്നു അല്ലേ. അപ്പോൾ ഇവർ പിന്നെ മതപരമായിട്ട് സ്കൂളിൽ പഠിച്ച് മദ്രസയിൽ പഠിച്ച് ഇങ്ങനെ പല വിദ്യാഭ്യാസങ്ങളും നേടും. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ സാധാരണ ഒരു ഇടത്തരം കഴിവുള്ളവരൊക്കെ ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ SSLC +2 ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി തീർത്തും. പിന്നെ അങ്ങോട്ട് മുമ്പോട്ട് പഠിപ്പിക്കാനുള്ള സാമ്പത്തികം ഇല്ലാതെ വരുമ്പോൾ ഏതെങ്കിലും മദ്രസയെ കൊണ്ടുപോയാക്കും. അപ്പോൾ അവരവിടെ നിന്ന് അവർക്ക് പിന്നെ ചിലവൊന്നുമില്ല. ചിലവൊക്കെ മദ്രസക്കാർ പിരിപ്പിച്ച് കൊടുത്തോളും, കാശ് മുതലിറക്കില്ല. അപ്പോൾ ഒരു 6 കൊല്ലം അവിടെ നിന്ന് പഠിച്ച് ഒരു മൊയ്ലിയാരായിട്ട് ഇങ്ങോട്ട് വരും. പക്ഷേ അവർക്ക് മുസ്ലിം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പണ്ഡിതനായതുകൊണ്ട് മുസ്ലിം പണ്ഡിതൻ എന്നും പറയാം. ഒരു കാമിലായ മുസ്ലിം എന്നോ പൂർണ്ണ മുസ്ലിം എന്നോ അവന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ എല്ലാവരും ഇപ്പം മറ്റുള്ളവരാണെങ്കിൽ SSLC കഴിയുമ്പോൾ കൊണ്ട് +2 കഴിയുമ്പോൾ MBBS അവരുടെ സാമ്പത്തികം അനുസരിച്ച് അവർ പഠിപ്പിക്കും. അവർ വലുതായി വരുമ്പോൾ അവരെന്നുള്ള ഡോക്ടറിക്കോ എഞ്ചിനീയറിങ്ങോ എന്തെങ്കിലും പഠിച്ച് അവരെ വിദ്യാഭ്യാസം നേടി അവർ ജോലിയും തൊഴിലും നേടി അവർ ജീവിക്കും. അവർ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകില്ല. അവർക്ക് അവരുടെ ജോലി കാര്യങ്ങൾ ജീവിക്കണം. അത് നമ്മുടെ മുസ്ലിം സമൂഹത്തിലാണെങ്കിൽ ഒരു 90% അങ്ങനെ തന്നെയാണ്. അവർ ജീവിച്ച് വളർന്ന മാതിരി അവർ സാമ്പത്തികമായിട്ടൊക്കെ പുരോഗമനം എന്തെങ്കിലും ബിസിനസ്സോ ജോലി ചെയ്ത് അവർ ജീവിക്കും. പിന്നെ ഈ മുസ്ലിം പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ അവരാണ് ഇവിടെ പ്രശ്നക്കാർ. അത് എന്തുകൊണ്ട് പ്രശ്നമാവണമെന്ന് ചോദിച്ചാൽ അവർ പൂർണ്ണ മുസ്ലിമല്ല. എങ്ങനെ ഇപ്പോൾ മുസ്ലിമിൻ്റെ പേരിട്ടിപ്പോൾ നിങ്ങൾ ജനിച്ചു വളർന്ന് നായരായി വലിയ ആളായി പഠിച്ച് വ്യത്യാസം നിങ്ങൾ ഇതല്ലാതെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ. എന്നതുപോലെ ഒരു മുസ്ലിമും അവൻ വലുതായി വളർന്ന് വന്ന് കിതാബുകൾ ഓതി ആയി പിടിച്ചാൽ അവനൊരു മുസ്ലിമായി. അപ്പോൾ പിന്നെ ആ മുസ്ലിമിന് ഇവിടെ കുറേ കാര്യങ്ങൾ നിർബന്ധമായി. എങ്ങനെ 5 നേരം നിസ്കരിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം, ഇബാദത്ത് എടുക്കണം, ഹജ്ജ് ചെയ്യണം, നോമ്പ് പിടിക്കണം, സക്കാത്ത് കൊടുക്കണം. ഇതെല്ലാം ഇസ്ലാമിൻ്റെ മുസ്ലിമിൻ്റെ നിയമങ്ങളാണ്. ഇതെല്ലാം ലാഹിർ ബാത്തിലായിട്ടുള്ള പരസ്യമായിട്ടുള്ള നിയമങ്ങളാണ്. ഇതിൻ്റെ പുറമെ മനുഷ്യവർഗത്തിന് ഭൂതവർഗത്തിന് മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാവരും ഹിന്ദു മുസ്ലിം അടക്കം ദൈവം ഇവിടെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാൻ വേണ്ടിയ ദൈവത്തിന്. അപ്പോൾ നിങ്ങളുടെ സന്യാസിമാരെ കണ്ടിട്ടില്ലേ? അവർ കാട്ടിൽ തപസ്സിരുന്ന് ഒരുപാട് സന്യാസിമാർ ഞാൻ പണ്ട് കാട്ടിലേക്ക് എൻ്റെ അടുത്ത് വരും. അവർ തപസ്സിരുന്ന് നിങ്ങളുടെ മതത്തിൽ കൂടി ജപിച്ചത് മലയാളത്തിലായിരിക്കും. ജപിച്ച് അവസാനം മുസ്ലിമിലേക്ക് വരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട്. അതാണ് അവർ പൂർണ്ണ കലിമ. അപ്പോൾ അവർക്ക് കറാമത്തൊക്കെ ഉണ്ടാവും. പിന്നെ മരത്തിൻ്റെ വിവരങ്ങളൊക്കെ അവരറിയും. കാരണം കറാമെന്ന് പറഞ്ഞാൽ അവർ കുറേ ഇരുന്ന് അധ്വാനിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ സന്യാസിമാരെ ജപമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാൽമ മുട്ടുകുത്തി ഒറ്റ ഇരുത്തം, പിന്നെ അനങ്ങാൻ പാടില്ല. ആ ഇരുത്തം കാലൊക്കെ മരിച്ചു കൊല്ലങ്ങളോളം ഇരിക്കും അവർ. മനസ്സിലായില്ലേ? ചിലപ്പോൾ പുറ്റു പിടിക്കും, പക്ഷെ ഒന്നും സംഭവിക്കില്ല. കാരണം അവരുടെ ദൈവത്തിനോടുള്ള വിശ്വാസം കൊണ്ട് ദൈവം അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഭക്ഷണം വെള്ളമൊക്കെ ദൈവത്തിൻ്റെ നിന്ന് ഓട്ടോമാറ്റിക്ക് നമ്മളൊന്നും കാണാതെ കിട്ടിക്കൊണ്ടിരിക്കുക. അതേമാതിരി മുസ്ലിമും അവൻ ഇപ്പോൾ പരസ്യമായിട്ടൊരു മുസ്ലിമാണെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതോടുകൂടി 24 മണിക്കൂറും തക്ക വേണമല്ലോ.
24 മണിക്കൂറും ദൈവത്തിനെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ മതത്തിൽ പണ്ഡിതന്മാർ സാധാരണ ജുമസ്കാരം കഴിയുമ്പോൾ കുത്തുപോയി കഴിയുമ്പോൾ പറയും വല്ല ദിക്റുല്ലാഹി അക്ബർ അല്ലാഹു യഅലമു മാ തസ്നഊൻ. എന്താ വാക്കിൻ്റെ അർത്ഥം? നിങ്ങൾ ഇതിലെല്ലാം ഉത്തമം നിങ്ങൾ 24 ദൈവത്തിനെ ആരാധിക്കാറുണ്ട്. അത് മുസ്ലിമിനും ഹിന്ദുവിനും എല്ലാവർക്കും ബാധകമാണ്. അപ്പോൾ 23 മണിക്കൂറും നിങ്ങൾ ദൈവത്തിനെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ് നമുക്ക് ആത്മീയമായിട്ട് എന്തെങ്കിലും ദിക്റോ കാര്യങ്ങളോ വിവാദത്തോ വേണം. അതിന് ചുരുക്കം പറഞ്ഞാൽ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ പണ്ഡിതന്മാർ പറയും തബറൂക്കിൻ്റെ ഷെയ്ഖന്മാരെന്ന് പറയും. ഒരു ഷെയ്ഖ് വേണം. അപ്പോൾ അവന് ആ വിഷയത്തിലേക്ക് അവന് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ ലാഹിറായിട്ട് കുറേ ദിക്റുകളൊക്കെ ചെയ്യും, ഈ പറഞ്ഞ ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്യും, മറ്റുള്ള ഇസ്ലാമിൻ്റെ പറന്നുകളൊക്കെ വീടും ഹജ്ജും കാത്തും ധർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്യും. അതിൻ്റെ കൂടെ അവനിക്ക് ഉള്ളിൽ കൂടി ഒരു ദിക്റ് അവൻ്റെ ഷെയ്ഖ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ തബറൂക്കിൻ്റെ ഷെയ്ഖ് എന്ന് പറയും, അല്ലെങ്കിൽ മല്ലാലോ ഷെയ്ഖ് ഷെയ്ഖ് ഷെയ്ത്താൻ എന്ന് പറയാം. ഷെയ്ഖ് ഇല്ലാത്തവൻ്റെ ഷെയ്ഖ് ഷെയ്ത്താനാണെന്നാണ് ഞങ്ങളുടെ മതത്തിൽ ഉള്ള ഹദീസുകൾ. ഇസ്കാദ് ഇങ്ങനെയുള്ള പല കിതാബുകളും പറയുന്നത്. അത് നിർബന്ധമാണ്. അതില്ലെങ്കിൽ പിന്നെ അവൻ ലാഹിർ മുസ്ലിമാണ്. ഈ ലാഹിർ മുസ്ലിമിനെ പറ്റി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഹദീസ്, അവൻ 5 നേരം നിസ്കരിക്കും, ഖുർആൻ ഓതും, ഹജ്ജ് ചെയ്യും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, അവസാനം ഈമാനില്ലാതെ മരിക്കും. അതെന്തുകൊണ്ട്? അവസാനം നമ്മളിന്ന് പിരിഞ്ഞു വേണ്ട നമ്മുടെ ആത്മാവാണ്, കൽബി കൂടി. അപ്പോൾ ഈ കൽബിയായിട്ട് എന്തെങ്കിലും ദിക്റില്ലാതെ അവനിവിടുന്ന് ഇല്ലെങ്കിൽ അവൻ മറ്റുള്ള ജാതികളുടെ മാതിരിയാവും പോകണം. ക്രിസ്ത്യാനിയായിട്ടോ ഹിന്ദു ആയിട്ടോ മുസ്ലിമായിട്ട് പോകില്ല. മുസ്ലിമായിട്ട് പോകണമെങ്കിൽ ആന്തരികമായിട്ട് ദിക്റ് വേണം. അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹോ ഇല്ലല്ലാഹോ എന്തെങ്കിലും ഒരു ദിക്റ് അവൻ്റെ ഹൃദയത്തിൽ വേണം. അതാണ് കാമിലായ മുസ്ലിമീങ്ങൾ. അപ്പോൾ അവരിന്നും കറാമത്തുകളുണ്ടാവും. ഒരു വെള്ളത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെ നടക്കുമ്പോഴേക്ക് കറാമത്തുണ്ട്. അപ്പോൾ അത് ലാഹിറും ബാത്തിലായിട്ടുള്ള മുസ്ലിമാണ്. അപ്പോൾ ആ 24 മണിക്കൂറും തഖ്വ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ആത്മീയ ഗുരു വേണം. അതില്ലാതെ വരുമ്പോഴാണ് പിന്നെ ജമാഅത്ത്, മുജാഹിദ്, തബ്ലീഗ് ഇങ്ങനെയുള്ള പല വംശങ്ങളുണ്ടാവും. ഇപ്പം തബ്ലീഗ് എന്ന് ഇവിടെ പറഞ്ഞാൽ അത് ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ തന്നെയാണ് അതിൻ്റെ സാക്ഷി. അപ്പോൾ ഇബ്ലീസിന് മനുഷ്യനെ ഒരു രൂപത്തിലും വഞ്ചിക്കാൻ പറ്റില്ലെങ്കിൽ അവനെ കൊണ്ട് തഖ്വ ചെയ്ത് വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ കോലം കേട്ടിവിടെ തബ്ലീഗാരാണ്. കാരണം അവരെ നീളം കുപ്പായം തസ്ബീഹ് വഴി നിങ്ങളെ കണ്ടാലും പള്ളിയിലേക്ക് നിസ്കരിക്കാൻ കൊണ്ടുപോകും. ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് നോക്കില്ല. അവരാ ലാഹിർ മാത്രമാണ്. അപ്പോൾ അവരുടെ ഈ വേഷഭൂഷങ്ങൾ കണ്ടിട്ട് നമ്മളെപ്പോലുള്ളവർ പെട്ടുപോകും. കാരണം 24 മണിക്കൂറും ദിക്റ് തസ്ബീഹിന് കയ്യിലുണ്ടാവും. തളപ്പ് ഈ കണക്കന്മാർ തെങ്ങേറാ തളപ്പുണ്ടില്ലേ, അതുപോലെ ഒരു തസ്ബീഹായിരിക്കും അത്. അതിങ്ങനെ ഒഴിച്ചുകൂടെ നടക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ സാധാരണ ഒരു മുസ്ലിം കഴിച്ചു ഇവർ വലിയ വിവാദത്താണ്, നീളം കുപ്പായം, ഇങ്ങനെയുള്ള എല്ലാ വേഷധാരികളും ഉണ്ടാവും. വലിയ താടി ഉണ്ടാവും, വലിയ തലയുണ്ടാവും, കെട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈമാൻ എന്ന് പറഞ്ഞ സാധനം അവരുടെ ഉള്ളിലുണ്ടാവില്ല. അത് ലാഹിർ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് ദൈവം ഖുർആനിൽ കൂടി തന്നെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യനെ ഇബ്ലീസിന് മനുഷ്യനെ ഒരു വിധത്തിലും വഞ്ചിക്കാൻ വേണ്ടി തഖ്വ കൊണ്ട് വയ്പ്പിക്കുമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഇബാദത്ത് വയ്പ്പിക്കും. അപ്പോൾ ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ മതക്കാർക്കും ആവശ്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ സന്യാസിമാർ ഞങ്ങൾ പറയുന്ന അറബി നിങ്ങൾ മലയാളത്തിൽ പറയണം. ഇത്രയേ വ്യത്യാസമുള്ളൂ. ക്രിസ്ത്യാനി ആണെങ്കിൽ അവരുടെ ഭാഷയിൽ പറയണം. പക്ഷേ ക്രിസ്ത്യാനിയും മുസ്ലിമും യഹൂദിയൊക്കെ ഖുർആനിലെ നിയമങ്ങളാണ്. പക്ഷേ അവരത് വളച്ചൊടിച്ചതുകൊണ്ട് അവരെ പല പേരിലും വെച്ച് അതിനെപ്പറ്റി ഇവിടെ ഇപ്പോൾ വിഷയം പറയണില്ല. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ ഒരു മനുഷ്യൻ ചെയ്യില്ലെങ്കിൽ പിന്നെ അവനെ പൂർണ്ണ മുസ്ലിം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൽബിയിൽ കൂടി എപ്പോഴും ഒരു ശ്വാസം ഒരു ദിക്ർ എന്തെങ്കിലും പോയിക്കൊണ്ടിരിക്കണം. അതാണ് ഒമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന ഖുർആൻ പറഞ്ഞത്. ജിന്ന് വർഗത്തിനെയും ഭൂതവർഗത്തിനെയും മനുഷ്യവർഗം അല്ല സൃഷ്ടിച്ചത് എല്ലാവരെയും, ഹിന്ദു സമൂഹം എല്ലാവരും അടിച്ച് ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടി. അത് അവരവരുടെ ഭാഷയിൽ ചെയ്തോളണം. അതാണ് എൻ്റെ കാരണം. ഇപ്പോൾ മുസ്ലിമുകൾ അറബിയിൽ ചെയ്യുന്നത്, അവരുടെ ഭാഷ അറബിയാണ്, അറബിയിൽ ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനി ഇങ്ങനെയുള്ള ഭാഷകളിൽ അവർ ചെയ്യുന്നു. ഇസ്രായേൽ വേറെ ഭാഷയിൽ ചെയ്യുന്നു. നിങ്ങളുടെ മതക്കാർ വേറെ ഭാഷയിൽ ചെയ്യുന്നു. നിങ്ങളുടെ ഭാഷയിൽ ഇപ്പോൾ ഇന്ത്യയിലാണല്ലോ ഉള്ളത്. അത് അവരുടേതായ ഭാഷയിൽ ചെയ്യും. സംഗതിയിൽ വരുമ്പോൾ കണക്ക് കൂട്ടി വരുമ്പോൾ എല്ലാം ഒന്നാണ്. ഞങ്ങൾ പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരും ഓം രാമെന്നും പറഞ്ഞ് ജപിക്കില്ല. അതും ദൈവത്തിൻ്റെ പേര് തന്നെയാണ്. അതിനും ദൈവം കൂലി കൊടുക്കും ഇവിടെ. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ വെറും മുസ്ലിമുകൾക്കോ ഹിന്ദുക്കൾക്കോ അല്ലെങ്കിൽ മറ്റൊരു ഔലിയാക്കോ അല്ലെങ്കിൽ ഒരു സന്യാസിക്കോ വേണ്ടിയുള്ളതല്ല ആണോ. കാരണം ഒരു മുയിലേറെ തങ്ങളിരുന്ന് ഇതുവായിരുന്നു, അല്ലെങ്കിൽ സന്യാസി ഇരുന്ന് ഇതുവായിരുന്നു. ഈ മഴ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒക്കെ എന്ന് പറയാനല്ലോ, റഹ്മത്താണല്ലോ. അത് ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ വീട്ടിൽ മാത്രമല്ല പെയ്യണം, ആമായിട്ട് പെയ്യാം, ലോകം ഒട്ടുക്കും പെയ്യാം.
അല്ലേ? അപ്പോൾ അല്ല റഹ്മാൻ എന്ന് പറയും. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ആരാധിച്ചാലും ആരാധിച്ചില്ലെങ്കിലും നിങ്ങളെ സഹായിക്കും. ദുനിയാവിൽ എന്ത് പോക്കൽത്തരം ചെയ്താലും ജീവിക്കാം. പെണ്ണ് പിടിച്ചാലും കള്ളു പിടിച്ചാലും ആരെ കൊന്നാലും ഒക്കെ ജീവിക്കാം. ഇവിടെ ചോദിക്കില്ല. ദൈവത്തിൻ്റെ ചോദ്യം പരലോകത്താണ്. അതാണ് റഹീം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ മുകളിലൊരു വാക്ക് ബിസ്മി ഉണ്ട്. ബിസ്മി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പേര് കൊണ്ട് എല്ലാം ആരംഭിക്കണമെന്നാണ്. അപ്പോൾ തന്നെ അവിടെ ശൈത്താൻ പ്രവേശനം ഇല്ലാതെ വന്നു. അപ്പോൾ അവൻ്റെ പൂർണ്ണ കാര്യങ്ങൾ കുറേ നടക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ വഴി. അപ്പോൾ ഒരു മുസ്ലിം ആവണമെങ്കിൽ ഒരു ആത്മീയ ഗുരു വേണം. അത് മല്ലാൽ ഷെയ്ഖ് ശൈത്താൻ എന്ന് പറയുന്ന മാതിരി അത് വേണം. ഒരു ഷെയ്ഖ് വേണം. എന്നാൽ അവനൊരു മുസ്ലിം ആവുള്ളൂ. അതില്ലാതെ വരുമ്പോഴാണ് ഇവിടെ പല പ്രശ്നങ്ങളും അന്ധവിശ്വാസങ്ങളും ജാതവും മന്ത്രവും തന്ത്രവും ഒക്കെ നടക്കുമ്പോഴാണ്. എന്താ ദൈവത്തിനോട് എനിക്ക് വിശ്വാസമില്ല. ഇതിപ്പോൾ മുസ്ലിങ്ങളുടെ വല്ല മാത്രമേ ഉള്ളൂ. ഇത് മുൻകാല നബിമാരുടെ വഴിയാണ് ഇപ്പോൾ ഞാനീ പറഞ്ഞത്. പക്ഷേ ഞങ്ങളുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് വന്നതോടുകൂടി ഇതെല്ലാം മാറ്റിലായി പോയി. പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പക്ഷേ ഇത് ചിന്തിക്കും, ഇവിടെ മൊത്തം മുസ്ലിമെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അല്ലേ? ഇവിടെ ജനിച്ചു വീണൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇവിടെ എങ്ങനെ ഹിന്ദു വന്ന് ക്രിസ്ത്യാനി വന്ന് ഇവിടെ നരകം എങ്ങനെ വന്ന് സ്വർഗം എങ്ങനെ വന്നതൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും. ഉണ്ടാവില്ലേ? ഇതിപ്പോൾ നിങ്ങൾ ചോദിക്കാതെ ഞാൻ പറയാം. അതിന് കാരണം എന്താ? അതിനൊരു കാരണം പണ്ടേ ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങൾ ശിവൻ രാമൻ എന്ന് പറയും അല്ലേ? ആദം നബി ഹവ്വ മതി, ശിവൻ പാർവതി എന്ന് പറയും. ഞങ്ങൾ ആദം ഹവ്വ എന്ന് പറയും. ആദം നബി അലൈഹി സ്വലാം ഹവ്വ മതി റളിയല്ലാഹു. ഇങ്ങനെ രണ്ട് വിഷയമാണ്. അപ്പോൾ ഈ ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം ആലം നമ്മൾ ദുനിയാവിലേക്ക് വരുന്നതിനുണ്ട് ആലം അറുവാവിൽ വെച്ച് ഖിയാമത്ത് നാൾ വരെ വരാൻ പോണ ഈ മനുഷ്യവർഗത്തിൻ്റെ എല്ലാ റൂഹിനും അള്ള പുറപ്പെടുവിച്ചു. ദൈവം അല്ലാന്ന് പറയുക ദൈവം മനസ്സിലായില്ലേ? പുറപ്പെടുവിച്ചിട്ട് അവരോട് അള്ള കൽപ്പിച്ച് നിങ്ങൾ സൂചി ചെയ്യാൻ പറയും. അള്ളാഹ് സൂചി ചെയ്യാൻ പറഞ്ഞപ്പോൾ അവിടെ 4 വിഭാഗമായി. ഒരു കൂട്ടർ അള്ള പറഞ്ഞ പാട് സൂചി ചെയ്യും. പിന്നൊരു കൂട്ടർ സൂചി ചെയ്യാതെ മടിച്ച് നിന്നു. ഒരു കൂട്ടർ സുജൂദ് ചെയ്യും. പിന്നെ സുജൂദ് ചെയ്തിട്ട് തന്നെ ഒന്ന് പൊങ്ങി നോക്കി. അപ്പോൾ ഇതിൻ്റെ 4 കാരണങ്ങളാണ് വേണം. ശ്രദ്ധിച്ച് കേട്ടോളൂ. അറിയോ? ഇന്ന് കേട്ടണ്ട ഇല്ലേ? ഖുർആനാണ് ഇതൊക്കെ. ഖുർആൻ എഴുതിച്ചോ? കേൾക്കേണ്ട പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു വിഭാഗം സുജൂദ് ചെയ്ത് എന്നിട്ടൊന്ന് പൊങ്ങി നോക്കി. അപ്പോൾ അവർ നോക്കിയപ്പോൾ കുറേ പേര് സുജൂദ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ വിചാരിച്ചു, ഓ നമ്മൾ ചെയ്ത് മണ്ടത്തരായിപ്പോയല്ല എന്നായി. ഒരു കൂട്ടർ ചെയ്തിട്ടില്ലല്ലോ, ചെയ്യാതെ നിൽക്കാണ് എനിക്ക് നോക്കിയപ്പോൾ. അപ്പോൾ ഇവർ സുജൂദ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് മണ്ടത്തരായിപ്പോയി, ഇവർ ചെയ്തിട്ടില്ലല്ലോ. ആ കൂട്ടരാണ് ഇവിടെ മുസ്ലിമായിട്ട് ജീവിച്ചിട്ട് മറ്റു ജാതിയായിട്ട് മരിക്കും. ഈമാൻ ഇല്ലാതെ മരിക്കുമെന്ന് പറയും ഞങ്ങൾ തൊട്ടത്തിൽ. അപ്പോൾ 2 വിഭാഗം അവിടെയായി. പിന്നെ ഒരു കൂട്ടർ നിന്ന് ഒരു കൂട്ടർ സുജൂദ് ചെയ്തു. അപ്പോൾ ഈ നിന്നോര് ഞങ്ങൾ ചെയ്ത് തന്നെയാണ് ധൈര്യം, ഞങ്ങളുടേതാണ് അന്തസ്സെന്ന് പറഞ്ഞാൽ ഒരു കടുംപിടുത്തം പിടിച്ചവിടെ നിന്നു. പിന്നെ ഒരു കൂട്ടർ രണ്ടാമത് സുജൂദ് ചെയ്ത് അതിൽ നിന്ന് തന്നെ നിന്നോ ചെയ്തു. നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ ചെയ്ത്. അപ്പോൾ ഈ ചെയ്ത കൂട്ടരിവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു കൂട്ടർ ഹിന്ദുവായിട്ട് ജനിച്ചു വരും, അവസാനം മുസ്ലിമാവും. ഒക്കെ ഇത് നേരിൽ നടക്കണമല്ലേ? നിന്ന കൂട്ടുണ്ട് ഞങ്ങൾ ചെയ്താണ് ഇജ്ജത്ത്, അതാണ് ധൈര്യം, അലങ്കാരം എന്നും പറയുന്ന ഒരു കൂട്ടുണ്ട്. അവരുടെ മറ്റുള്ള ജാതികളായിട്ട് തന്നെ ജനിക്കും, ആ ജാതികളായിട്ട് തന്നെ മരിക്കും. അപ്പോൾ ഈ സുജൂദിൽ നിന്ന് പൊങ്ങി നോക്കിയ ഒരു കൂട്ടരുണ്ട്. അവരെന്നിട്ടും അവർ ചെയ്തില്ലല്ലോ, നമ്മൾ ചെയ്ത് ശുക്രെന്ന് പറയും. പിന്നെ അതൊന്നും ചെയ്ത് അവരാണ് ഇവിടെ മുസ്ലിമായിട്ട് ജനിച്ച് മൂമിനായിട്ട് മൂമിനികളുടെ മുന്നിൽ അമ്പ്യാക്കന്മാർ വഴിക്ക് നീങ്ങുന്നത്. അവർ മൂമിനായിട്ട് തന്നെ മരിക്കുള്ളൂ. ഇങ്ങനെ 4 വിഭാഗമായിട്ട് അവിടെ നിന്ന് തന്നെ തിരിഞ്ഞ്. അതാണ് പുതിയ ദുനിയാവിൽ നടക്കുന്നത്.